നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിൽ വരുന്ന 25 ക്വസ്റ്റ്യനോളം കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ലോജിക്കൽ റീസണിംഗ് എന്ന് പറയുന്നത്. ആ ലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കുകളാണ് നമുക്കുള്ളത്. നമ്മുടെ ലോജിക്കൽ റീസണിങ്, അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ, ന്യൂമറിക്കൽ എല്ലാം മാത്സുമായി ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഈ ഒരു 25 ക്വസ്റ്റ്യനിലാണ് നമുക്ക് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓരോന്ന് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കറിയാം പല ടോപ്പിക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് സീരീസ്, അനലോജി, അതുപോലെ തന്നെ നമുക്ക് ലോജിക്കൽ റീസണിങ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്, ഇതാണ് ഒരു പ്രപ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട്, ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. നമുക്കറിയാം ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ലോജിക്കാണ്, നമുക്ക് എത്രത്തോളം ലോജിക് ഉണ്ട് എന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരിക. ലോജിക്ക് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് വേർഡ് ലോഗോസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടേമാണ്. ലോഗോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാഷയിൽ നമ്മുടെ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് ലോഗോസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലോജിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ് ഓഫ് തിങ്കിങ്ങിനെയാണ് ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക്കലി ലോജിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സയൻസ് ഓഫ് തോട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ റെക്കഗ്നിഷൻ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അതായത് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, നമുക്കൊരു റിസൾട്ട് തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ആ ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതിനുള്ള ഒരു റീസൺ നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോജിക് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് ജനറലി നമ്മൾ ലോജിക്കൽ റീസണിങ് എന്ന് പറയാം. ഇൻട്രൊഡക്ഷൻ ടു ലോജിക്കൽ റീസണിങ്. ഈ ലോജിക്കൽ റീസണിങ്ങിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പ്രപ്പോസിഷൻ. അപ്പോൾ ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ ടേംസ്. ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സബ്ജക്റ്റ് ആണ്. നമ്മൾ ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഓൾ ക്രോസ് ആർ ബ്ലാക്ക്, ഇതിൽ ഓൾ ക്രോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഈ സബ്ജക്റ്റ് ആണ് നമ്മുടെ ടേം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടേം, അതുപോലെ നമുക്ക് വേറൊരു ടേം ഉണ്ട്, ഇവിടെ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അപ്പോൾ ഈ ഒരു 2 ടേംസ് തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വേണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ പ്രപ്പോസിഷൻ എന്നാണ് വിളിക്കുക. പ്രപ്പോസിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ടേംസ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാർട്ട് സബ്ജക്റ്റ് ആണ്. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഫസ്റ്റ് സബ്ജക്റ്റിനെയും അതേപോലെ ഈ ലാസ്റ്റ് ടേമിനെയും ലിങ്ക് ചെയ്യുന്ന ടേമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ലിങ്കിങ് വേർഡിന് കോപ്യുള എന്നാണ് യൂസ് ചെയ്യുക. ആ ഒരു സെയിം ടേം തന്നെയാണ് നമ്മൾ ഈ ഇവിടെ ലോജിക്കൽ റീസണിങ്ങിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ ബ്ലാക്കിനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നാണ് പറയുക. പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും എപ്പോഴും. അതായത് ഈ ക്രോസിന് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റിയാണ് ബ്ലാക്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ. അപ്പോൾ ഏതൊരു ക്വാളിറ്റിയാണോ നമ്മളെ സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്നത് അതായിരിക്കും പ്രെഡിക്കേറ്റ്. അതുപോലെ നമ്മുടെ സബ്ജക്റ്റിനെയും നമ്മുടെ പ്രെഡിക്കേറ്റിനെയും ലിങ്ക് ചെയ്യുന്ന വേർഡാണ് കോപ്യുള എന്ന് പറയുന്നത്. അപ്പോൾ ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷനിലെ ഫസ്റ്റ് പാർട്ട് ഇതാണ് സബ്ജക്റ്റ്. ഇതൊരു ടേം ആണെന്ന് നമുക്ക് പറയാം. ഇതാണ് നമ്മുടെ മെയിൻ ടേം. ഈ സബ്ജക്റ്റിലുള്ള നമ്മൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ നമ്മൾ ക്രോസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് സബ്ജക്റ്റ്. ഇനി കോപ്യുള എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡ്, അതുപോലെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓഫ് ദ സബ്ജക്റ്റ്. നമ്മൾ ആ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്നെങ്കിലും നമ്മൾ അതിനെ അഫേം ചെയ്യുക, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ നിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിനൈ ചെയ്യുക. അത് അങ്ങനെയല്ല എന്ന് പറയാം. നോ പൊളിറ്റീഷ്യൻ ഈസ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ഹോണസ്റ്റ് അല്ല എന്ന് നമ്മൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്രപ്പോസിഷനിൽ ദർ ആർ 4 ടൈപ്സ് ഓഫ് പ്രപ്പോസിഷൻസ്. നമ്മൾ പ്രപ്പോസിഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 4 തരം പ്രപ്പോസിഷനുകളാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്ഷേ അതിനെ ഒരു ടെക്നിക്കലായിട്ട് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രം. സോ പ്രപ്പോസിഷൻ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 4. Proposition is classified into 4. The first type of proposition is universal proposition. Universal affirmative. ഈ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആണ്. കാരണം ഇതിൽ നമ്മൾ ഒരു എസ്റ്റാബ്ലിഷിംഗ് ആണ് എന്ന് മാത്രമല്ല ഓൾ ക്രോസ് എന്നാണ്. ഈ ഒരു ഓൾ എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ നോ പൊളിറ്റീഷ്യൻസ് ആർ ഹോണസ്റ്റ് എന്ന് പറയുമ്പോഴും നമ്മൾ കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻസിനെയും കവർ ചെയ്തു. ഒരു പൊളിറ്റീഷ്യനും അതിൽ പെടാത്തതില്ല. ഒരു പൊളിറ്റീഷ്യനും ഹോണസ്റ്റ് അല്ല എന്നാണ് നമ്മൾ പറയാ. അപ്പൊ ഈ ഒരു ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന സ്റ്റേറ്റ്മെന്റിൽ യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് നമ്മൾ അതിനെ പറയാ. കാരണം ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഓൾ ക്രോസ് ആർ ബ്ലാക്ക്. അതുപോലെ നമ്മൾ നോ പൊളിറ്റീഷ്യൻസ് ആർ ഹോണസ്റ്റ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നോ പൊളിറ്റീഷ്യൻസ് ആർ ഹോണസ്റ്റ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നെഗറ്റീവ് ആവാൻ കാരണം നമ്മൾ ഇവിടെ നോ എന്നുള്ളൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സൽ എന്ന് പറയാൻ കാരണം നോ പൊളിറ്റീഷ്യൻസ് ആർ ഹോണസ്റ്റ് നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പൊളിറ്റീഷ്യൻസിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ നമ്മളെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് ഹോണസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്, പ്രെഡിക്കേറ്റ്. അതുപോലെ ഇതാണ് നമ്മുടെ കോപ്യുള എന്ന് പറയുന്നത്, ലിങ്കിങ് വേർഡ് ആണ്. ഈ പൊളിറ്റീഷ്യൻസ് ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അതുപോലെ അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത നമ്മൾ ഒരിക്കലും ജനറലൈസ് ചെയ്യില്ല. നമ്മൾ ഒരു പാർട്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം ബേർഡ്സ് ആർ ബ്ലാക്ക് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ എല്ലാ ബേർഡ്സിനെയും കവർ ചെയ്യുന്നില്ല, പക്ഷെ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ പെർട്ടിക്കുലർ അഫർമേറ്റീവ് എന്നാണ് പറയുക. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയാണ് സം ബേർഡ്സ് ആർ ബ്ലാക്ക്. സം ബേർഡ്സ് ആർ ബ്ലാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സം എന്ന് പറയുന്നത് പെർട്ടിക്കുലർ, ഈ ഒരു പെർട്ടിക്കുലർ ടേമിനെ, പെർട്ടിക്കുലർ പ്രപ്പോസിഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ്. ഓൺലി സം. മറ്റു 2 സെന്റൻസുകളിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ കംപ്ലീറ്റ് ഇല്ലാതെ. നോ പൊളിറ്റീഷ്യൻസ് ആർ ഹോണസ്റ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഓൾ ക്രോസ്, അവിടെ ആ ഓൾ ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്, ജനറൽ ആണ്, യൂണിവേഴ്സൽ ആണ്. ഇവിടെ നമ്മൾ പെർട്ടിക്കുലർ ആണ്, സ്പെസിഫിക് ആണ്. അപ്പോൾ ഓൺലി സം ബേർഡ്സ് ആർ ബ്ലാക്ക്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ആർ എന്ന് പറയുന്നത് നമ്മുടെ കോപ്യുള, ബ്ലാക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രെഡിക്കേറ്റ്. അതുപോലെ നമ്മൾ പെർട്ടിക്കുലർ അഫർമേറ്റീവിന് ശേഷം അടുത്ത 4th ടൈപ്പ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ നെഗറ്റീവ് ആണ്. പെർട്ടിക്കുലർ നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് സം കൗസ് ആർ നോട്ട് വൈറ്റ്. സം കൗസ് ആർ നോട്ട് വൈറ്റ് എന്ന് പറയാണ്. അവിടെ ഈ സം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പെർട്ടിക്കുലർ ആണ്, ഈ നോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് നെഗറ്റീവ് ആണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ കോപ്യുള, ഇതാണ് നമ്മുടെ പ്രെഡിക്കേറ്റ്. ഞാൻ ഈ ഓരോ സെന്റൻസിലും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ്, കോപ്യുള, പ്രെഡിക്കേറ്റീവ് എന്നുള്ള ടേംസ് നമുക്ക് കുറച്ചും കൂടെ കേട്ട് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ തവണ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പോൾ 2 കേസസ് ആണ് നമ്മൾ എടുത്തത്. ഒന്ന് യൂണിവേഴ്സൽ ആണ്, ഒന്ന് പെർട്ടിക്കുലർ ആണ്. യൂണിവേഴ്സലിൽ തന്നെ അഫർമേറ്റീവും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. അതുപോലെ പെർട്ടിക്കുലറിലും അഫർമേറ്റീവും നെഗറ്റീവും ഉണ്ട്.
ഇനി നമ്മൾ ഈ യൂണിവേഴ്സൽ കേസിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വെൻ ഡയഗ്രാം ഉണ്ട്. ആ വെൻ ഡയഗ്രാം വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഓൾ കൗസ് ആർ ബ്ലാക്ക് എന്നുള്ള ഫസ്റ്റ് കേസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വെൻ ഡയഗ്രാം വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓൾ ക്രൗസ് ആർ ബ്ലാക്ക്. ക്രോ എന്നുള്ളതിന്റെ ക്രോവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്രോ എന്ന ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന സർക്കിൾ ആണ്. അതോടൊപ്പം ഇത് അതിന്റെ ചുറ്റും നമുക്കുള്ളത് ബ്ലാക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ ക്രോസും ബ്ലാക്ക് ആണ്. ഓൾ ബ്ലാക്ക് മെറ്റീരിയൽസ് ആർ നോട്ട് ക്രോസ്. ഇവിടെ നമുക്ക് ക്രോ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്, ഇവിടെ ബ്ലാക്ക് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് കവേർഡ് ആണ്. സബ്ജക്റ്റ് ഈസ് കവേർഡ്. നമ്മൾ കവേർഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേം ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ്. നമ്മൾ ടെക്നിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറയാം. സബ്ജക്റ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നോ പൊളിറ്റീഷ്യൻ ഈസ് ഹോണസ്റ്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റീഷ്യന്റെ സർക്കിൾ എടുത്തു, ഹോണസ്റ്റിന്റെ സർക്കിൾ എടുത്തു. രണ്ടും സെപ്പറേറ്റ് സർക്കിൾ ആണ്. പൊളിറ്റീഷ്യൻ ഹോണസ്റ്റ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഇതാണ് നമ്മുടെ പ്രെഡിക്കേറ്റ്. രണ്ടും കവേർഡ് ആണ് നമ്മൾ. കാരണം ഇത് ഓവർലാപ്പിംഗ് ഇല്ല. എവിടെയെങ്കിലും ഓവർലാപ്പിംഗ് ഉണ്ടെങ്കിലാണ് നമ്മൾ അത് ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല എന്ന് പറയാം. ഓവർലാപ്പിംഗ് ഇല്ല, കംപ്ലീറ്റ് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയും. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ബോത്ത് സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പോൾ നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം, ഇത് യൂണിവേഴ്സൽ അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അഫർമേറ്റീവ് പ്രപ്പോസിഷൻ. ഇവിടെ രണ്ടാമത് വരുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും. യൂണിവേഴ്സൽ അഫർമേറ്റീവ് പ്രപ്പോസിഷന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എ ആണ്, എ. അതുപോലെ തന്നെ യൂണിവേഴ്സൽ നെഗറ്റീവിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഇ ആണ്, എ അല്ല ഇ ആണ്. അതുപോലെ നമ്മൾ പെർട്ടിക്കുലർ അഫർമേറ്റീവിന് യൂസ് ചെയ്യുന്ന ലെറ്റർ ഐ ആണ്, പെർട്ടിക്കുലർ നെഗറ്റീവിന് യൂസ് ചെയ്യുന്നത് ഒ ആണ്. നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലുള്ള വവൽസ് AEIOUലുള്ള ആദ്യത്തെ 4 AEIO, ഈ 4 നമ്മൾ ഡിഫറെന്റ് പ്രപ്പോസിഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പെർട്ടിക്കുലർ അഫർമേറ്റീവ് എങ്ങനെയാണെന്ന് നോക്കാം. പെർട്ടിക്കുലർ അഫർമേറ്റീവ് പ്രപ്പോസിഷൻ. പെർട്ടിക്കുലർ അഫർമേറ്റീവ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് സം ബേർഡ്സ് ആർ ബ്ലാക്ക്. അപ്പോൾ നമ്മൾ ബേർഡ്സിന്റെ സർക്കിൾ വരക്കും, അതുപോലെ തന്നെ ബ്ലാക്കിന്റെ സർക്കിളും വരക്കും. അതിൽ സം പാർട്ട് മാത്രമാണ് എന്ത്, സം ബേർഡ്സ്. ഇത് നമ്മൾ ബേർഡ് ആണെങ്കിൽ ബേർഡിന്റെ സർക്കിൾ ആണെങ്കിൽ, അതുപോലെ ഇത് ബ്ലാക്കിന്റെ സർക്കിൾ ആണെങ്കിൽ ഓൺലി സം ബേർഡ്സ് ആർ ബ്ലാക്ക്. രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നത് കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. എല്ലാ ബേർഡ്സും ബ്ലാക്ക് അല്ല, എല്ലാ ബ്ലാക്കും ബേർഡ്സ് അല്ല. അതുകൊണ്ട് ഒരു ചെറിയ പാർട്ട് മാത്രം. അതുകൊണ്ട് നമ്മൾ ഇതിനെ അൺഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറയാം. ഇവിടെ ഈ ഒരു കേസിൽ സബ്ജക്റ്റ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. സബ്ജക്റ്റും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. പ്രെഡിക്കേറ്റ് ഈ ഒരു രണ്ടും ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. ഇനി നമ്മൾ പെർട്ടിക്കുലർ നെഗറ്റീവ് കേസ് എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റ്മെന്റ് സം കൗസ് ആർ നോട്ട് വൈറ്റ്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കൗസ് എടുത്തു, അതുപോലെ നോട്ട് വൈറ്റ് എന്നുള്ള ഒരു സർക്കിളും എടുത്തു. അപ്പൊ ഈ കൗസിന്റെ സർക്കിളിലുള്ള സം കൗസ് ആർ നോട്ട് വൈറ്റ്. അപ്പൊ ഇത് വൈറ്റിന്റെ സർക്കിൾ ആണ്. ഓക്കെ, അപ്പോൾ സം കൗസ് ആർ നോട്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ വൈറ്റ് എന്നുള്ള ഇതിനെ എക്സ്ക്ലൂഡഡ് ആണ് കൗസ്. സം കൗസ് ആർ നോട്ട് വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കൗസിന്റെ ഗ്രൂപ്പ് കംപ്ലീറ്റ്ലി എക്സ്ക്ലൂഡഡ് ഫ്രം വൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ പറയാം
the predicate is distributed. Predicate is distributed. The subject is not distributed. Subject is not distributed. ഓക്കെ, ഇതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ഒ ആണ്. ഒ പെർട്ടിക്കുലർ നെഗറ്റീവിന്. അതുപോലെ തന്നെ നമ്മൾ പെർട്ടിക്കുലർ അഫർമേറ്റീവിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ ഐ എന്ന ലെറ്റർ ആണ്. ഐ. അപ്പോൾ നമ്മൾ ആദ്യം യൂണിവേഴ്സൽ അഫർമേറ്റീവിന് എ എന്ന് യൂസ് ചെയ്യും, അതുപോലെ തന്നെ യൂണിവേഴ്സൽ നെഗറ്റീവിന് ഇ എന്ന് യൂസ് ചെയ്യും, അതുപോലെ പെർട്ടിക്കുലർ അഫർമേറ്റീവിന് ഐ എന്നും പെർട്ടിക്കുലർ നെഗറ്റീവിന് ഒ എന്നും യൂസ് ചെയ്യും. ഇതാണ് നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ടെക്നിക്കലി നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഒരു പ്രപ്പോസിഷനിൽ നമുക്കറിയാം ഒരു ടേം ഉണ്ടാകും. ടേം എന്ന് പറയുന്നത് നമ്മളെ സബ്ജക്റ്റ് ആയിരിക്കും. ഓൾ ക്രോസ് ആർ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അതിലുള്ള ടേം ഓൾ ക്രോസ് ആണ് അതിലുള്ള നമ്മുടെ ടേം. അതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്, നമ്മുടെ ടോപ്പിക്. അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമ്മൾ പ്രെഡിക്കേറ്റ് യൂസ് ചെയ്യും. ബ്ലാക്ക് ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലുള്ള പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ലിങ്കിങ് വേർഡ്. ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചതാണ്. നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ കോപ്പുള എന്ന് പറയുന്ന ലിങ്കിങ് വേർഡ്, കോപ്പുളന്റെ അർത്ഥം എന്ന് പറയുന്നത് ലിങ്കിങ് വേർഡ് എന്നാണ് ഗ്രാമറിൽ. അത് ഇവിടെയും നമ്മൾ അതുപോലെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടു എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രെഡിക്കേറ്റ് ആൻഡ് ദ സബ്ജക്ട്. അതാണ് കോപ്പുള എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ മാത്തമാറ്റിക്സിലുള്ള ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ ഓരോന്നായിട്ട് കവർ ചെയ്യാം. ഇനി നമുക്ക് അനലോജി എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അനലോജിയിൽ നമുക്ക് സാധാരണ 3 ടൈപ്പ് ഓഫ് അനലോജികളാണ് വരാറുള്ളത്. ഒന്ന് നമ്പർ അനലോജി. ഉദാഹരണമായിട്ട് നമുക്ക് ഒരു 2 നമ്പർ കോമ്പിനേഷൻ തരും, എന്നിട്ട് മൂന്നാമതൊരു നമ്പർ തന്നിട്ട് ആ 4ാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ 2 നമ്പർ തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ട് 2ാമത്തെ റിലേഷനിലുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ലെറ്റർ അനലോജികൾ തരാറുണ്ട്, അതുപോലെ തന്നെ വേർഡ് അനലോജികളും തരാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ അനലോജി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 12:36 ആണെങ്കിൽ 8 എത്രയായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആദ്യത്തെ ലെറ്റർ എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമതുള്ള ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 3 x ആണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 12 3 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമ്മൾ ഈ 8 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്കി എടുക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 3x എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24 ആണ് കിട്ടേണ്ടത്. 8 × 3 24 ആണ്. പക്ഷേ അത് നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ 24 ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വേറൊരു പാറ്റേൺ നമ്മൾ നോക്കണം, വേറൊരു റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇനി നമ്മൾ വേറെ ഒരു റിലേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ x²/4 എടുത്ത് നോക്കാം. x²/4 എന്ന് പറയുമ്പോൾ ഈ ഒരു 12²/4 ആണ്. 12² എന്ന് പറയുന്നത് 144/4 ആണ്. 144/4 എന്ന് പറയുന്നത് 36 ആണെന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതുപോലെ ഈ ഒരു റിലേഷൻ നമ്മൾ ഇവിടെ ചെയ്ത് നോക്കാം. x²/4 ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു റിലേഷൻ ഇവിടെ റോങ് ആണ്, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം അത് നമ്മുടെ ഓപ്ഷനിലില്ല. ഓപ്ഷനിൽ 24 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ചെയ്യായിരുന്നു, പക്ഷേ ഓപ്ഷനിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ വേറൊരു റിലേഷൻ നോക്കി. അപ്പോൾ നമ്മൾ ഈ ഒരു റിലേഷൻ ശരിയായി. അപ്പോൾ ഈ ഒരു 3x എന്നുള്ള റിലേഷൻ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. പകരം x²/4 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അപ്പോൾ നമ്മൾ 8²/4 നമ്മൾ എടുത്ത് നോക്കുക. നമുക്കറിയാം 8²/4 എന്ന് പറയുന്നത് 64/4 ആണ്. 64/4 എന്ന് പറയുന്നത് 16 ആണ്. ഈ 16 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ സിയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു നമ്പർ അനലോജീൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വരുന്ന വേറൊരു അനലോജിയാണ് ആൽഫബറ്റ് അനലോജി എന്ന് പറയുന്നത്. ആൽഫബറ്റ് അനലോജി നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. APA EQE
അങ്ങനെയാണെങ്കിൽ അടുത്ത റിലേഷൻ എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും, ആ ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള 4 ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ 4 ഓപ്ഷനുകളാണ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഇവിടെ ആപ്റ്റ് ആവുക എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്കിവിടെ തന്നിട്ടുള്ളത് APA ആണ്, EQE ആണ്. നമ്മൾ ഇവിടെ ഫസ്റ്റും തേർഡും നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്, ഇതിലും ഫസ്റ്റ് തേർഡ് നോക്കിക്കഴിഞ്ഞാൽ സെയിം ആണ്. പക്ഷേ ഇവിടെ 4 ഓപ്ഷനിലും ആ ഒരു പാറ്റേണിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ സെക്കൻഡ് മിഡിൽ ലെറ്റർ നോക്കാം, P ആൻഡ് Q. P എന്ന് പറയുന്നത് നമുക്കറിയാം, P കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത ലെറ്റർ ആണ് Q. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ O കഴിഞ്ഞിട്ടാണോ G, അതല്ല. അതുപോലെ തന്നെ D കഴിഞ്ഞിട്ടാണോ H, അതുമല്ല. അതുപോലെ തന്നെ M കഴിഞ്ഞിട്ടാണോ O, അതുമല്ല. അതുപോലെ R കഴിഞ്ഞിട്ടാണോ, ഇതാണ് ആൻസർ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു മെത്തേഡ് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ രണ്ടാമതൊരു മെത്തേഡ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് D ആണ് ആൻസർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് D ആണ്. ഇത് ആൽഫബറ്റ് അനലോജിയാണ്. ഇതുപോലെ തന്നെ നമ്മൾക്ക് ഒരു അനലോജിയും കൂടെ സാധാരണ നമുക്ക് എക്സാംസിന് ചോദിക്കാറുണ്ട്. അത് വേർഡ് അനലോജിയാണ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ബുക്ക് ഓതർ. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഓതർ എന്ന് പറയുന്നത് ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിൽ നമുക്ക് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആദ്യത്തേത് റെയിൻ ഫ്ലഡ്, ലൈറ്റ് സ്വിച്ച്, സിംഫണി കമ്പോസർ, സോങ് മ്യൂസിക്. ഇത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും റെയിൻ ഫ്ലഡിനെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ളതാണ് ലെഫ്റ്റ് സൈഡിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓതർ ബുക്കിന് ഉണ്ടാക്കുന്നു, അതേപോലെ ഫ്ലഡ് റെയിനിന് ഉണ്ടാക്കുന്നു എന്നല്ല വരേണ്ടത്, റെയിൻ ഫ്ലഡിന് ഉണ്ടാക്കുന്നു എന്നാണ് വരേണ്ടത്. അപ്പം ഇത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ സ്വിച്ച് ലൈറ്റിന് ഉണ്ടാക്കുന്നു, സ്വിച്ച് അല്ല ലൈറ്റിന് ഉണ്ടാക്കുന്നത്, ആക്ച്വലി അത് കറണ്ടാണ് ലൈറ്റിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സിംഫണി കമ്പോസർ, ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഇതാണ് ആൻസർ എന്ന് കാണാൻ പറ്റും. കാരണം കമ്പോസർ ആണ് സിംഫണി ഉണ്ടാക്കുന്നത്. നമുക്കറിയാം മ്യൂസീഷ്യൻസ് ആണ് ഓരോ ടൈപ്പ് മ്യൂസിക് ഉണ്ടാക്കുന്നത്, സിംഫണി അതിലൊന്നാണ്. അതുപോലെ ഇതിലെടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് അല്ല സോങ്ങിനെ ഉണ്ടാക്കുന്നത്, മ്യൂസിക് അല്ല സോങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ക്രിയേറ്റർ വേണം. അപ്പോൾ ഒരു ക്രിയേറ്റർ ആൻഡ് എ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓതർ ബുക്ക് എന്ന് പറയുന്നത് പോലെ കമ്പോസർ സിംഫണിയാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു 3 കോമ്പിനേഷനാണ് നമ്മൾ അനലോജിയിൽ വരുന്നത്. ഒന്ന് നമ്പർ അനലോജി, ഒന്ന് ആൽഫബറ്റ് അനലോജി, ഒന്ന് വേർഡ് അനലോജി. ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് പ്രോബ്ലംസ് നോക്കാം. AD BC CF അടുത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും AB, പിന്നെ അടുത്തത് C ആണ് വരുന്നത്, BC എന്നാണ് വരുന്നത്. ഇത് E ആണ്, ഈ ഒരു ലെറ്റർ. അതുപോലെ നമ്മൾ DEF എന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിലാണ് കാണാൻ പറ്റുന്നത്. A+1 B ഉണ്ട്, B+1 C, അതേപോലെ D+1 E, E+1 F, C+1 is D, F+1 is G, DG ആണ് നമ്മുടെ ഉത്തരം. സോ DG is the right answer. FED IHG നമുക്കിവിടെ ഒരു കോമ്പിനേഷനെ തന്നിട്ടുള്ളൂ, അടുത്ത 2 എണ്ണവും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് അനലൈസ് ചെയ്തിട്ട് ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഇന്ന് കണ്ടെത്തി എഴുതണം. ഇവിടെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത് 3 ഡിഫറൻസ് ഉണ്ട്, +3 GHI, F കഴിഞ്ഞിട്ട് GHI, അതുപോലെ E കഴിഞ്ഞു കഴിഞ്ഞാൽ FGH, ഇപ്പോൾ +3 കാണാൻ പറ്റും. അതുപോലെ D കഴിഞ്ഞാൽ EFG +3 ആണ്. അപ്പോൾ +3 ഡിഫറൻസ് ഉള്ള ഏത് ഓപ്ഷനാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ A കഴിഞ്ഞാൽ BCD, D അല്ല ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ മോർ ദാൻ 3 ഡിഫറൻസ് ഉണ്ട്. ഇവിടുത്തെ ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ BCDEFG 6 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ലെറ്റേഴ്സ് ആണ്, ഇവിടെ 3 ലെറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതല്ല. ഇനി തേർഡ് വൺ നോക്കിക്കഴിഞ്ഞാൽ T കഴിഞ്ഞു UVW, അതെ ഇത് 3 ഡിഫറൻസ് ആണ്. അതുപോലെ STUV 3 ഡിഫറൻസ് ആണ്. അതുപോലെ R കഴിഞ്ഞിട്ട് STU 3 ഡിഫറൻസ് ആണ്.
അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കുള്ള കോമ്പിനേഷൻ 3 ഡിഫറൻസ് ആണ്. അപ്പോൾ 3 ഡിഫറൻസ് ഉള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് TSR WVU. അപ്പോൾ the option is C. SHOOT QFMMR. ഇതിൽ -2 ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. -2 ഡിഫറൻസ്. എസ് മുതൽ ക്യൂ വരെ -2 ആണ്, എച്ച് മുതൽ എഫ് വരെ -2 ആണ്. നമുക്ക് കാണാൻ പറ്റും FGH. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ എച്ചിൻ്റെ 2 ലെറ്റർ ബാക്കിലാണ് എഫ്. അതുപോലെ ഓ എടുത്തു കഴിഞ്ഞാൽ -2 ആണ്, ഓ എടുത്തു കഴിഞ്ഞാൽ -2 ആണ്. ടീൻ്റെ 2 ബാക്കിലാണ് RST. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ എഫ്, ജിൻ്റെത് I, P R വരും, സി എന്നുള്ളത് ഇ വരും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണെന്ന് കാണാം. ബോ, ആരോ, പിസ്റ്റൾ ഇവിടെ നമ്മൾ കണ്ടെത്തണം. ഇത് നമുക്ക് വേർഡ് അനലോജിയാണ്. അപ്പോൾ നമുക്കറിയാം ആരോ ബോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുക. അതുപോലെ പിസ്റ്റൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് സെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം പിസ്റ്റളിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫയർ ചെയ്യുന്നത് ബുള്ളറ്റാണ്. സോ ദ ആൻസർ ഈസ് ഡി. അടുത്തതും ഒരു വേർഡ് അനലോജിയാണ്. ഇന്ത്യ ട്രൈ കളർ. നമുക്കറിയാം ഇന്ത്യൻ്റെ ഫ്ലാഗിൻ്റെ കളർ എന്ന് പറയുന്നത് ട്രൈ കളറാണ്. അപ്പോൾ ഇതിനോട് ചേരുന്ന ഏതൊരു ഓപ്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ചൈന സിക്കിൾ, അത് റോങ് ആണ്. UK റെഡ് ക്രോസ്, അത് റോങ് ആണ്. USA സ്റ്റാർസ് ആൻഡ് സ്ട്രിപ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതുപോലെ അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ എറാറ്റ നമ്മളിവിടെ കണ്ടുപിടിക്കണം. ഫ്ലോസ്, ജ്വൽസ്. ജ്വൽസിൽ ഉണ്ടാവുന്ന ഫോൾസിനാണ് നമ്മൾ ഫ്ലോസ് എന്ന് പറയുക. അതുപോലെ ബുക്സിൽ ഉണ്ടാവുന്ന ഫോൾട്ടിനാണ് നമ്മൾ ഇറാറ്റ എന്ന് പറയുക. അപ്പോൾ ബുക്സ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ന്യൂമറിക്കൽ അനലോജിയാണ്, മാത്ത് അനലോജിയാണ്. 16ഉം 18ഉം. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 5 × 16 ആണ് 18 എന്ന് പറയുന്നത്. അതുപോലെ 20 × 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 66571 19834 57904. അടുത്ത നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 + 6 ഇത് നമ്മൾ കംപ്ലീറ്റ് ആഡ് ചെയ്ത് നോക്കാം. 6 + 6 is 12, 12 + 5 is 17, 17 + 7 is 24, + 1 is 25. ഇനി ഇതിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും 1 + 9 is 10, 18, 21, 25. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സം 25 ആണ്. ഇനി നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 5 + 7 is 12, 12 + 9 is 21, 21 + 4 is 25. ഇതിൻ്റെ സമ്മും 25 ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതിൻ്റെ സമ്മാണ് 25 എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 + 2 3, 3 + 3 is 6, 6 + 4 is 5, ഇത് 15 ആണ്. അതുപോലെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 7 + 4 is 11, 11 + 6 is 17, 17 + 8 is 25. സോ ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ അനലോജിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് നോക്കാം. അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഡ് വൺ ഔട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. ആ 4 ഓപ്ഷൻസിൽ ഏതാണ് ഓഡ് ആയിട്ടുള്ളത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സാധാരണ നമുക്ക് നമ്മുടെ എൻട്രൻസ് എക്സാമിന് നമ്മുടെ കേരള എൻട്രൻസ് ആയാലും ക്ലാറ്റ് ആയാലും അതുപോലെ ILET ആയാലും നമുക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A 144, B 289, C 312, D 625. ഈ 4 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഓപ്ഷൻ സി എന്ന് പറയുന്നത് മാത്രമാണ് ഇതിൽ സ്ക്വയർ അല്ലാത്ത ടേം ഉള്ളത്. 144 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 12 സ്ക്വയർ ആണ്. 289 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 17 സ്ക്വയർ ആണ്. അതുപോലെ 625 നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 25 സ്ക്വയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 105, 168, 231, 281. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് പെട്ടെന്ന് ഇങ്ങനത്തത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് തോന്നും. കാരണം നമുക്ക് ഈ ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 21ന്റെ മൾട്ടിപ്പിൾ ആണ്. 21 × 5 ആണ് 105 എന്ന് പറയുന്നത്. അതുപോലെ 21 × 8 ആണ് 168 എന്ന് പറയുന്നത്. അതുപോലെ 21 × 11 ആണ് 231 എന്ന് പറയുന്നത്. പക്ഷെ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 21ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ ഓഡായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. മുമ്പുള്ളതിൽ നമ്മൾ ഓഡായിട്ടുള്ളത് ഓപ്ഷൻ സി ആയി. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ലെറ്റർ കോമ്പിനേഷൻസ് ആണ്. 4 ലെറ്റർ കോമ്പിനേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ഓഡ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എ FEUV, B DCXW, C BAZY, D HGTS. ഇത് നമ്മൾ 4ഉം അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ UV കാണാം, XW കാണാം, ഇവിടെ ZY, TS. ഈ ഒരു കേസിൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ UV ആണ്, പക്ഷെ ഇവിടെ XW ആണ്. ഇവിടെ നമുക്ക് WX ആണ് നമ്മൾ ഓർഡർ, അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ ആണ് കാണുന്നത്. ഇവിടെ UV എന്നുള്ളത് കറക്റ്റ് ഓർഡർ ആണ്. അതുപോലെ ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ZY ആണ്, റിവേഴ്സ് ഓർഡർ ആണ്. YZ ആണ് കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇത് റിവേഴ്സ് ഓർഡർ ആണ്, ഇത് റിവേഴ്സ് ഓർഡർ ആണ്, TS റിവേഴ്സ് ഓർഡർ ആണ്. പക്ഷെ ഇവിടെ UV മാത്രം കറക്റ്റ് ഓർഡറിലാണുള്ളത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഓഡ് 1 ആയിട്ടുള്ളത്. നമ്മൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CD റിവേഴ്സ് ഓർഡർ ആണ്, AB റിവേഴ്സ് ഓർഡർ ആണ്, GH റിവേഴ്സ് ഓർഡർ ആണ്. ഇവിടെ ഫസ്റ്റിൽ EFഉം റിവേഴ്സ് ഓർഡർ ആണ്. ഈ ഒരു ഇത് മാത്രം കറക്റ്റ് ഓർഡറിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഓഡ് 1 ആയിട്ട്. ഇനി നമ്മൾ അതുപോലെ വേറൊരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഇതും ലെറ്റർ കോമ്പിനേഷൻ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഫറൻസ് നമുക്ക് 1 കാണാം, ഇവിടെ 2 കാണാം, ഇവിടെ 1 കാണാം. അതുപോലെ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ് ഡിഫറൻസ്, ഇവിടെ 1 ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 ആണ് ഡിഫറൻസ്, 2 ആണ് ഡിഫറൻസ്, 1 ആണ് ഡിഫറൻസ്. പക്ഷെ ഈ ഒരു കേസിൽ മാത്രം അത് അങ്ങനെയല്ല. Z കഴിഞ്ഞിട്ട് A ആണ്, ഇവിടെ 1 ആണ് ഡിഫറൻസ്, 2 ആണ് ഡിഫറൻസ്, 1 ആണ് ഡിഫറൻസ്. ഇവിടെ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 to 1 പോലെ തോന്നും, പക്ഷെ ഇത് Z ആണ് ആദ്യം വരുന്നത്, പിന്നെയാണ് A വരുന്നത്. നമ്മൾ Z ലാസ്റ്റ് ലെറ്റർ ആണ്, A ഫസ്റ്റ് ലെറ്റർ ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഓഡ് 1 ആണ്. ഇനി നമ്മൾ വേർഡ് കോമ്പിനേഷൻസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ് കോമ്പിനേഷൻസ് നമുക്ക് തരുമ്പോൾ നമുക്ക് ജനറൽ നോളജ് ആയിരിക്കും ചോദിക്കുക. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണെന്ന് മാത്രം. ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ജുമർ, സുയ്സിനി, അതുപോലെ ചക്രി, ഗിദ്ദ. ഇതിൽ ഈ ഗിദ്ദ ഒഴികെയുള്ള ബാക്കിയെല്ലാം രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ആണ്. ഗിദ്ദ മാത്രം പഞ്ചാബി ഫോക്ക് ഡാൻസ് ആണ്, പഞ്ചാബി ഫോക്ക് ഡാൻസ്. ബാക്കിയെല്ലാം രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡായിട്ടുള്ളത്. ഇതെല്ലാം രാജസ്ഥാനി ഫോക്ക് ഡാൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നറിയാൻ വേണ്ടി മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മുടെ ജനറൽ നോളജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നമ്മുടെ നമ്പേഴ്സും ലെറ്റേഴ്സും തമ്മിലുള്ള കോമ്പിനേഷൻസ് അത് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. പക്ഷേ ഇതുപോലുള്ള വേർഡ് കോമ്പിനേഷൻസ് വരുമ്പോൾ അത് നമ്മുടെ ജനറൽ നോളജ് തന്നെയായിരിക്കും ടെസ്റ്റ് ചെയ്യുക. ഫോർമാറ്റ് ഇങ്ങനെ ഒരു ഓഡ് 1 ഔട്ട് ഫോർമാറ്റിലാണെന്ന് മാത്രം. ഇനി അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 27, 128, 216, 343. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 27 എന്ന് പറയുന്നത് 3 ക്യൂബ് ആണെന്ന് കാണാൻ പറ്റും. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ക്യൂബ് നമ്പർ നമുക്ക് കാണാൻ പറ്റില്ല. 5 ക്യൂബ് എന്ന് പറയുന്നത് 125 ആണ്, പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 128 ആണ്. 216 എന്ന് പറയുന്നത് 7 ക്യൂബ് ആണ്, 7 ക്യൂബ്. അതുപോലെ 343 എന്ന് പറയുന്നത് 9 ക്യൂബ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ കാണാൻ പറ്റും 3 ക്യൂബ്, 5 ക്യൂബ്, 7 ക്യൂബ്, 9 ക്യൂബ് എന്നുള്ള ഒരു ഓർഡറിലാണ് പോകുന്നത്. പക്ഷേ 5 ക്യൂബ് 125 ആണ്, ഇവിടെ നമുക്കുള്ളത് 128 ആണ്. അതുകൊണ്ട് ഇതാണ് ഓഡ് 1 ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ഓഡ് 1 ഔട്ട് നമ്മുടെ ജനറൽ നോളജ്, നമ്മുടെ ഇംഗ്ലീഷ്, ഏത് പാർട്ട് വേണമെങ്കിലും ചെക്ക് ചെയ്യാൻ ഇതുപോലെ ഈ ഒരു ഓഡ് 1 ഔട്ട് ഫോർമാറ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിൽ വരുന്നത് ഒന്ന് വേർഡ്സ് ആണ്, ഒന്ന് നമ്പേഴ്സ് ആണ്, ഒന്ന് ആൽഫബറ്റ്സ് ആണ്. നമ്പേഴ്സും ആൽഫബറ്റ്സും നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള നോളജും അതുപോലെ തന്നെ നമ്മുടെ ജനറൽ നോളജും ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം.
അടുത്ത ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം പലിശ. നമ്മൾ എക്കണോമിക് സിസ്റ്റത്തിൽ നമ്മുടെ ബാങ്കുകൾ എപ്പോഴും പലിശ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ പൈസ കൊടുക്കുകയാണെങ്കിലും പൈസ വാങ്ങുകയാണെങ്കിലും നമ്മൾ പലിശ യൂസ് ചെയ്യുന്നുണ്ട്. ഒരുവിധം എല്ലാ എക്സാംസിലും ഈ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. ക്ലാറ്റിന്റെയും നമ്മുടെ ലോ എൻട്രൻസ് എക്സാമിൽ മാത്രമല്ല, ഏതൊരു PSC എക്സാംസ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ ബാങ്കിങ് എക്സാംസ്, IBPS എക്സാംസ് ഏതെടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിലൊക്കെ ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ചും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചും ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കാം. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് നമ്മൾ 1000 രൂപ കടം വാങ്ങിയാൽ നമ്മൾ ആ വാങ്ങുന്ന പൈസക്കാണ് നമ്മൾ സാധാരണ സം എന്ന് പറയുക. കടം വാങ്ങുന്ന പൈസക്ക് നമ്മൾ സം എന്നാണ് പറയുക. അപ്പൊ സം എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ടേക്കൺ ബൈ എ കസ്റ്റമർ. ഇനി ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം അത് തിരിച്ചടക്കുന്ന സമയത്ത് അദ്ദേഹം പലിശ സഹിതമാണ് അടക്കുക. അപ്പൊ ആ പലിശ സഹിതം അടക്കുന്നതിന് നമ്മൾ സാധാരണ എമൗണ്ട് എന്ന് തന്നെയാണ് പറയാ. ടോട്ടൽ എമൗണ്ട് എന്നാണ് പറയാ. ടോട്ടൽ എമൗണ്ട് A ഈസ് ഈക്വൽ ടു P പ്ലസ് I. ഇതിൽ I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്, P എന്ന് പറയുന്നത് സമ്മാണ്. നമ്മൾ ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ടുള്ള സമ്മാണ്. അപ്പോൾ ഇവിടെ P എന്ന് പറയുന്നത് 1000 ആയിരിക്കും. ഈ 1000 രൂപ ഞാൻ ഒരു വർഷം മുമ്പ് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു സമയത്ത് അത് അടക്കുമ്പോൾ അതിന്റെ പലിശ കൂടെ അടക്കേണ്ടി വരും. A ഈസ് ഈക്വൽ ടു P പ്ലസ് I. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പലിശ കണക്ക് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റ് I ഈസ് ഈക്വൽ ടു PNR ബൈ 100. ഇതിൽ R എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ബാങ്കിന്റെ പരസ്യത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 0% റേറ്റ് അല്ലെങ്കിൽ 1% റേറ്റ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവര് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഉള്ളത് ഏത് ബാങ്കിലാണോ അവിടെ നിന്നായിരിക്കും കസ്റ്റമേഴ്സ് സാധാരണ കടം വാങ്ങുക. കാരണം 1% റേറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ ആ 1000ന്റെ 1% കൂട്ടി കൊടുത്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ന്റെ 1% എന്ന് പറയുമ്പോൾ 10 രൂപയാണ്. അപ്പൊ നമ്മൾ ഒരു വർഷത്തിന് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ 1000 പിന്നെ ആ ഒരു 10 രൂപ പലിശ എക്സ്ട്രാ കൊടുത്താൽ മതി 1% ആണെങ്കിൽ. അത് 5% ആണെങ്കിൽ നമ്മൾ 1000ന്റെ 5% എന്ന് പറയുമ്പോൾ 50 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ 1050 രൂപ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ ഈ R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതുപോലെ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ്. P എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാം 100. ഇതാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. I ഈസ് ഈക്വൽ ടു PNR ബൈ 100. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. I ഈസ് ഈക്വൽ ടു PNR ബൈ 100 എന്നുള്ള ഇക്വേഷൻ. ഇത് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ്. നമ്മളെപ്പോഴും ഇൻട്രസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് ഇൻട്രസ്റ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഈ ഒരു കേസിൽ നമ്മളോട് ഈ ഒരു 1000 എന്നുള്ള എമൗണ്ട് ഒരു കസ്റ്റമർ ബാങ്കിൽ നിന്ന് വാങ്ങി അതിന്റെ ഇൻട്രസ്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് അതിന്റെ മീനിങ്. ഇതിൽ ഈ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യത്തെ വർഷം അടക്കുന്നത് 1010 രൂപയാണെങ്കിൽ ഞാൻ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് അടക്കാൻ പറ്റിയില്ല. ഞാൻ 2 വർഷത്തിന് ശേഷമാണ് അടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വീണ്ടും കൂടും. ആദ്യത്തെ കൊല്ലം 1000 വാങ്ങിയ ഒരാൾ എത്രയാണ് തിരിച്ചടക്കാന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ P എന്ന് പറയുന്നത് 1000 ആണ്. അതുപോലെ നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് അടക്കുന്നത് 1 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വാങ്ങുന്ന ബാങ്കിൻ്റെത് 5% ആണെന്ന് വിചാരിക്കുക. 5% ആണ്. ഞാനിവിടെ എഴുതുന്നുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 5%. ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ബൈ 100. അപ്പോൾ ആദ്യത്തെ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 50 രൂപയായിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു വർഷത്തിന് ശേഷമാണ് കസ്റ്റമർ പൈസ തിരിച്ചടക്കുന്നതെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു
പി പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ 1000 രൂപയും പ്ലസ് ഒരു 50 രൂപ പലിശയും കൂടെ നമ്മൾ അടക്കണം. അപ്പോൾ ടോട്ടൽ 1050 രൂപയാണ് ആദ്യത്തെ വർഷം അടക്കേണ്ടത്. അതോടുകൂടി ക്ലോസ് ചെയ്തു. വാങ്ങിയ ക്യാഷ് എമൗണ്ടോടുകൂടി പലിശ അടക്കം തിരിച്ചു കൊടുത്തു കഴിഞ്ഞു. അതോടുകൂടി ആ ഒരു ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്തു. ഇനി അദ്ദേഹത്തിന് ആദ്യത്തെ വർഷം കൊടുക്കാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് 2 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. 2ാമത്തെ വർഷം ഉണ്ടാവുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം PNR/100 ആണ്. 1000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഇവിടെ 2 ആണ്. 2 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണ്. നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നതാണ്. ബൈ 100. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 ആണ് പലിശ എന്ന് പറയുന്നത്. ഈ 100 എന്ന് പറയുന്നത് 2 വർഷത്തേക്കും കൂടെയുള്ള പലിശയാണ്. ഇൻട്രസ്റ്റ് ഫോർ ടോട്ടൽ 2 years. 2ാമത്തെ വർഷത്തിന്റെ മാത്രമല്ല, പക്ഷെ 2 വർഷത്തിനും കൂടെ ഉള്ള പലിശയാണ്. ഇൻട്രസ്റ്റ് ഫോർ ടോട്ടൽ 2 years ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഒരു കസ്റ്റമർ 2 വർഷത്തിന് ശേഷമാണ് പൈസ അടക്കുന്നതെന്നുണ്ടെങ്കിൽ A is equal to P plus I. P എന്ന് പറയുന്നത് 1000 ആണ്, പ്ലസ് ഐ എന്ന് പറയുന്നത് 2 വർഷത്തെ പലിശ എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ അദ്ദേഹം 1100 രൂപ അടക്കേണ്ടി വരും. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു സെയിം എമൗണ്ട് വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു കസ്റ്റമർ ഒരു ബാങ്കിൽ നിന്ന് 1000 രൂപ ലോൺ എടുക്കുന്നു. ആ ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5% ആണ്. ആദ്യത്തെ വർഷം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒരേപോലെ ആയിരിക്കും. നമ്മൾ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം PNR/100. ഇത് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1000 ഇൻറ്റു N എന്ന് പറയുന്നത് ആദ്യത്തെ കൊല്ലമാണ്, 1 ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5 ആണ്, ബൈ 100 50 ആണെന്ന് കിട്ടി. ഇത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിലും 50 തന്നെ ആയിരുന്നു. ഇത് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി 2ാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1050 ആണ്. 1050 എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ എടുത്തിട്ടുള്ള 1000 രൂപയും പ്ലസ് അതിന്റെ പലിശ 50 രൂപയുമാണ്. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്ന സമയത്ത് 2ാമത്തെ വർഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ PNR/100 എടുക്കും. അതിൽ ഈ P എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 1000 രൂപ തന്നെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇനി 2ാമത്തെ വർഷത്തെ P എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വർഷത്തെ ആദ്യമായിട്ട് നമ്മളെടുത്ത 1000 രൂപയും പ്ലസ് അതിന്റെ പലിശയും കൂടെ കൂട്ടിയതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ P ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു കേസിൽ 1050 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്, 2 ആണ്, 2ാമത്തെ വർഷമാണ്, ഇൻറ്റു 5% ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബൈ 100 എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴിയാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ പലിശ എടുക്കേണ്ടി വരും. നേരത്തെ ഈ സ്ഥാനത്ത് 1000 ആയിരുന്നു, ഇവിടെ ഇപ്പോൾ അത് 1050 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 105 നമുക്ക് പലിശ കിട്ടും. നേരത്തെ അത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ അത് 105 ഉണ്ട്. അപ്പോൾ ഒരു 5 രൂപ എക്സ്ട്രാ വന്നു. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ വലിയ എമൗണ്ട് എടുക്കുന്ന സമയത്ത് അത്രയും ഡിഫറൻസ് നമുക്ക് വരും. ഇനി നമ്മൾ 3ാമതൊരു വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ PNR/100. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും നമ്മൾ P കൊടുക്കേണ്ടി വരിക? അപ്പോൾ 2ാമത്തെ വർഷത്തെ P എന്ന് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 പ്ലസ് 105 ആണ്.
എന്ന് പറയുമ്പോൾ 1105 ആണ് നമ്മുടെ രണ്ടാമത്തെ വർഷത്തെ എമൗണ്ട്. ഇദ്ദേഹം രണ്ടാമത്തെ വർഷമാണ് അദ്ദേഹം തിരിച്ചടക്കുന്നതെങ്കിൽ അദ്ദേഹം 1105 രൂപ തിരിച്ചടക്കണം. ഇനി അദ്ദേഹത്തിന് രണ്ടാമത്തെ വർഷം കഴിഞ്ഞില്ല, ഇനി മൂന്നാമത്തെ വർഷമാണ് അടക്കുന്നതെങ്കിൽ അദ്ദേഹം നമ്മൾ ഈ കാൽക്കുലേഷൻ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ പി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ 1105 നമ്മൾ കൊടുക്കുക. നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ വർഷമാണെങ്കിലും നമ്മൾ ആദ്യത്തെ 1000 മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. പക്ഷേ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിലുള്ള ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അടുത്ത വർഷത്തത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അടുത്തത് തേർഡ് ഇയർ ആണ്. 3 × 5 ആണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മളത് ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് ലോൺ എടുക്കുന്ന സമയത്തുള്ള ഒരു കോൺട്രാക്ട് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രയായിരിക്കും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മളിങ്ങനെ ഓരോ വർഷത്തതും ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളോട് ഒരു 10ാമത്തെ വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നോക്കാം. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് PNR/100 ആണ്. അതുപോലെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് P+I ആണ്. ഒരു ബാങ്കിൽ നിന്ന് 1000 രൂപ എടുത്തതിന് ശേഷം ഞാൻ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ തിരിച്ചടക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനിൽ എവിടെയാണ് ചേഞ്ച് വരിക? നമ്മൾ 10 വർഷത്തെ പലിശ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ 10 വർഷത്തെ പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1000 രൂപക്ക് 1000 × 10 × റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമ്മൾ 5 ആണെങ്കിൽ 5/100 എന്നാണ് വരിക. അപ്പൊ നമ്മൾ 10 വർഷത്തിനുള്ളത് ഇവിടെ 10 മാറ്റി കൊടുത്താൽ മതി. നമ്മൾ വേറെ കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ മുമ്പത്തെ വർഷത്തെ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഈ 10 എന്നുള്ളത് ഈ ഒരു n എന്നുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് 10 ആണെന്ന് കിട്ടി. 10ാമത്തെ ഇയറിൻ്റെതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ജനറലി സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇനി ടോട്ടൽ എമൗണ്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ വർഷത്തിന് ശേഷമാണെങ്കിൽ നമ്മൾ നമ്മുടെ ഓൾറെഡി ഉള്ള എമൗണ്ട് പ്ലസ് ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നമ്മൾ 10 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ P+ 10ാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P × NR/100 ആണ്. ഈ ഒരു n-ന് നമ്മൾ എന്ത് ചെയ്യും? ഈ n-ന് നമ്മൾ 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഈ ഒരു കേസിൽ നമ്മൾ P-നെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1 + NR/100 1 + NR/100 A എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ യൂസിങ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ടോട്ടൽ നമ്മളിപ്പോ 100 വർഷത്തിന് ശേഷമാണ് ഒരാൾ ഇത് തിരിച്ചടക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അയാൾ 1000 രൂപ എടുത്തിട്ട് 100 വർഷത്തിന് ശേഷം തിരിച്ചടക്കുകയാണെങ്കിൽ ഈ ഒരു n-ന് നമ്മൾ 100 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് പലിശ അടക്കമുള്ള എമൗണ്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ തരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ഒരു 10 വർഷത്തിന് ശേഷമുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ് കുറച്ചുകൂടെ എളുപ്പം. പക്ഷേ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് നമുക്ക് ഇതുപോലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഏത് വർഷത്തതോ 5 വർഷത്തിന് ശേഷമുള്ളതോ 10 വർഷത്തിന് ശേഷമുള്ളതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു ഇക്വേഷന് നമുക്ക് ഓൾറെഡി നമുക്ക് ഗിവൺ ആണ്. A is equal to P into 1 plus R/100 whole raised to n. ഇതിൽ ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. P എന്ന് പറയുന്നത് നമ്മുടെ സം, നമ്മൾ ആദ്യമായിട്ട് വാങ്ങുന്ന സം. ഇത് ടോട്ടൽ എമൗണ്ട്. അപ്പോൾ ഞാൻ 5ാമത്തെ വർഷമാണ് ഞാൻ 1000 രൂപ എടുത്തു. 5ാമത്തെ വർഷമാണ് ഞാൻ തിരിച്ചടക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ ജസ്റ്റ് 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.
നമ്മൾ നേരത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ആദ്യത്തെ വർഷത്തിൻ്റെത് യൂസ് ചെയ്ത് രണ്ടാമത്തെ വർഷത്തിൻ്റെത് കണ്ടുപിടിച്ചു. അതുപോലെ സെക്കൻഡ് ഇയറിൻ്റെത് നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തേർഡ് ഇയറിൻ്റെത് കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോ പ്രീവിയസ് ഇയറിന്റെ ഡാറ്റ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൻ്റെത് കണ്ടുപിടിച്ചത്. പക്ഷേ അതിന് പകരം നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ലെങ്തി ആയിട്ട് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻസർ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് n ആണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നത് 6 ആണ്, ഇവിടെ p ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പല രീതിയിൽ ഈ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആനുവലി കോമ്പൗണ്ട് ചെയ്യാം. നമ്മൾ സാധാരണ ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുക, വർഷത്തിലാണ് കോമ്പൗണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് കോമ്പൗണ്ടഡ് ആനുവലി ആണ്. ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. നമുക്ക് ഇതുപോലെ മന്ത്ലി കോമ്പൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഹാഫ് ഇയറിലും നമുക്ക് കോമ്പൗണ്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നമുക്ക്, അല്ലെങ്കിൽ എല്ലാ ദിവസവും വേണമെങ്കിലും കോമ്പൗണ്ട് ചെയ്യാം. സാധാരണ ആനുവലി ആണ് കോമ്പൗണ്ട് ചെയ്യുക. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്, അപ്പൊ നമ്മൾ ഡിമാൻഡ് ചെയ്യണം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വേണം, നമുക്ക് എല്ലാ മന്ത്ലി ആയിട്ട് നമുക്ക് അതിന്റെ പലിശ സഹിതം ഇങ്ങോട്ട് കിട്ടണം നമ്മൾ ഡിമാൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം അധികം കോമ്പൗണ്ട് ചെയ്യുന്നോ അത്രത്തോളം അധികം നമുക്ക് പലിശ കൂടുതൽ കിട്ടുകയാണ് ചെയ്യുക. അപ്പൊ ടോട്ടൽ എമൗണ്ട് നമുക്ക് കൂടുതൽ ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഈസ് കോമ്പൗണ്ടഡ് ആനുവലി. ആനുവലി നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹാഫ് ഇയർലി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹാഫ് ഇയർലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ p × 1 + r/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി ആയതുകൊണ്ടാണ് നമ്മളിവിടെ r/2 ഇടുന്നത്. അതുപോലെ തന്നെ ഇവിടെ n പകരം 2n വരും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കേട്ടോ, എല്ലാ സമയത്തും നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇനി നമ്മൾ ക്വാർട്ടർലി ആയിട്ടാണ്, അപ്പൊ ഇതൊരു ഹാഫ് ഇയർലിക്കുള്ളതാണ്. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ്, ഹാഫ് ഇയർലി കോമ്പൗണ്ടഡ്. ഇനി നമ്മൾ ക്വാർട്ടർലി കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്ത് a = p × 1 + ക്വാർട്ടർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വർഷത്തിന്റെ 4/1 അപ്പോൾ ഇവിടെ r/4 വരും. r/4/100 ഹോൾ റേസ് ടു 4n വരും. ഇവിടെ 4 വരുമ്പോൾ ഇവിടെയും 4 വരും. ആ ഒരു ഡിഫറൻസ് മാത്രം. ക്വാർട്ടർലി കോമ്പൗണ്ടഡ്. അതുപോലെ നമ്മൾ മന്ത്ലി ആണ് നമ്മൾ കോമ്പൗണ്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ r/12 ആണ് ഇവിടെ വരിക നമുക്ക്. അതുപോലെ നമ്മൾ ഇവിടെയും n 12n ആണ് വരിക. ഇവിടെ ഈ n എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കേട്ടോ. നമ്മൾ ഇയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമ്മൾ ഇവിടെ മന്ത്ലി കോമ്പൗണ്ട് ചെയ്യുന്ന സമയത്തും ഇത് നമ്പർ ഓഫ് മന്ത്സ് അല്ല, പക്ഷെ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. അപ്പോൾ ഇത് മന്ത്ലി കോമ്പൗണ്ടഡ് ആണ്. മന്ത്ലി കോമ്പൗണ്ടഡ് ആണ്. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ, ഇതിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് നമ്മളോട് ചോദിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് മൈനസ് നമ്മൾ ആദ്യത്തെ എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് മൈനസ് നമ്മുടെ സം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കിട്ടും. നമുക്ക് ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ ആദ്യത്തെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് സിമ്പിൾ ഇൻട്രസ്റ്റിനായാലും ഇതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ടിൽ നിന്ന് ആദ്യത്തെ എമൗണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് ഈക്വൽ 2437.50 ആഫ്റ്റർ 4 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഇനി അയാൾ 4 വർഷത്തിന് ശേഷം തിരിച്ചടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 2437.50 ആണ്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ്. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് വിൽ ബി ദ സം, എത്രയായിരിക്കും സം, അതായത് ആദ്യം അദ്ദേഹം ബാങ്കിൽ നിന്ന് എടുത്ത ആദ്യത്തെ എമൗണ്ട് എത്രയായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എ ആണ്. എ ഈക്വൽ ടു
2437. ഇവിടെ നമുക്ക് വേറെ റേറ്റ് തന്നിട്ടുണ്ട് 12%. നമ്പർ ഓഫ് ഇയേഴ്സ് തന്നിട്ടുണ്ട് 4 ആണ്. n എന്ന് പറയുന്നത് 4 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് പി ആണ്. എത്രയാണ് പി എന്നുള്ളത് നമുക്കറിയാം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I = PNR/100 ആണ്. PNR/100. ഇതിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ n നമ്പർ ഓഫ് ഇയേഴ്സ് 4 ആണെന്ന് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എമൗണ്ടിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A = ഫസ്റ്റ് സം പ്ലസ് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ P + PNR/100 ആണ്, which is equal to P × 1 + NR/100 ആണ്. ഇതാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ടോട്ടൽ എമൗണ്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. A = 2437 ആണ്. A എന്ന് പറയുന്നത് 2437.50 ആണ്. അതുപോലെ P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി അതുപോലെ 1 + നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. അതുപോലെ നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് 12% ആണ്, 12.5% ആണ്. 12.5% ആണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P × 3/2 എന്ന് നമുക്ക് കിട്ടും. 4 × 12.5 എന്ന് പറയുന്നത് 50 ആണ്. 50/100 എന്ന് പറയുന്നത് 1/2 ആണ്. 1 + 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. P × 3/2 = 2437.50 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ P കാണാൻ ഈ 2 and 3 നമ്മൾ ഈ സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് P കിട്ടും. ടു ഫൈൻഡ് P, 2437.50 × 2/3 which is equal to 1625. 1625 രൂപയായിരുന്നു നമ്മുടെ കസ്റ്റമർ ആദ്യമായിട്ട് ബാങ്കിൽ നിന്ന് എടുത്ത ലോൺ. ഇപ്പോൾ തിരിച്ചടച്ചത് അദ്ദേഹം 4 വർഷത്തിന് ശേഷം തിരിച്ചടച്ചത് 2437 രൂപയായിരുന്നു 50 പൈസ. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2 വർഷത്തിന് ശേഷം ഒരാൾ തിരിച്ചടക്കേണ്ട എമൗണ്ട് 756 ആണ്. അത് അദ്ദേഹം 2 വർഷത്തിന് പകരം 3.5 വർഷത്തിന് ശേഷമാണ് അടക്കുന്നതുണ്ടെങ്കിൽ അതിന്റെ എമൗണ്ട് 873 ആണ്. അപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. സം ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അദ്ദേഹം ബാങ്കിൽ നിന്ന് ഏത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണ് വാങ്ങിയിട്ടുള്ളത്, ഈ രണ്ടുമാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഈ സിമ്പിൾ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ് പ്രോബ്ലംസ് ചെയ്തതിന് ശേഷം നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമ്മൾ 3.5 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 873 ആണ്. 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 756 ആണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1.5 വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ എമൗണ്ട് ആഫ്റ്റർ 3.5 ഇയേഴ്സ് മൈനസ് എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓഫ് 1.5 ഇയേഴ്സ് കിട്ടും. ഇൻട്രസ്റ്റ് ഓഫ് 1.5 ഇയേഴ്സ് കിട്ടും. 1.5 ഇയേഴ്സ് 873 minus 756 is equal to 117. ഇത് 1.5 ഇയേഴ്സിനുള്ള പലിശയാണ്. അപ്പൊ നമുക്ക് 1 ഇയറിനുള്ള പലിശ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് ഈക്വൽ ആയിട്ട്, അതായത് ഫോർ 1.5 ഇയേഴ്സ് 1.5 ഇയേഴ്സ് അതിനുള്ള പലിശ 117 ആണ്. അപ്പൊ നമുക്ക് 1 ഇയറിനുള്ള പലിശ കാണാൻ എന്ത് ചെയ്താൽ മതി? ഫോർ 1 ഇയർ ഇതിന് നമുക്ക് 117 × 2/3 ചെയ്താൽ മതി. നമ്മൾ ഈക്വൽ 3 പാർട്സ് ആക്കിയിട്ട് അതിലുള്ള 2 എണ്ണം എടുത്താൽ മതി. നമ്മൾ 1.5 ഇയറിന് ഈക്വൽ 3 പാർട്സ് ആക്കിയിട്ട് അതിലുള്ള 2 പീസസ് എടുത്താൽ 1 ഇയർ ആയി. അപ്പോൾ നമ്മൾ 1.5 ഇയേഴ്സിന് നമ്മൾ 117 ആണ് നമ്മുടെ പലിശ. 1 ഇയറിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 117 × 2/3 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 78 കിട്ടും. അതുപോലെ ഇനി നമ്മൾ 2 ഇയേഴ്സിൻ്റെത് നമ്മൾ ഇവിടെ തന്നിട്ടുള്ളത് 2 ഇയേഴ്സ് ആണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് ഉള്ള എമൗണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ 2 ഇയേഴ്സിന്റെ പലിശ നോക്കിക്കഴിഞ്ഞാൽ 156 ആണ്. ഇനി ടോട്ടൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഈ ഒരു പലിശ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സമ്മ് കിട്ടും. നമ്മളോട് ചോദിച്ചിട്ടുള്ള സമ്മ് നമുക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. ആഫ്റ്റർ 2 ഇയേഴ്സ് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 756 ആണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് ഉള്ള പലിശ എന്ന് പറയുന്നത് 156 ആണ്. അപ്പോൾ നമുക്ക് സമ്മ് കാണാൻ നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു സം പ്ലസ് ഐ ആണ്. അപ്പോൾ നമുക്ക് സമ്മ് കാണാൻ ടോട്ടൽ എമൗണ്ട് മൈനസ് ഇൻട്രസ്റ്റ്
വിച്ച് ഈസ് ഈക്വൽ ടു 600. ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്, സം. ഇനി നമുക്കറിയാം ഇൻട്രസ്റ്റിനുള്ള ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു PNR/100 ആണ്. PNR/100. ഇതിൽ ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, I × 100, ഇത് സൈഡ് നമ്മൾ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ I × 100/P × N കിട്ടും. ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ആണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 78 ആണ്. 78 × 100/600 × 1. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ 1 കൊടുക്കുന്നു, കാരണം നമുക്ക് ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ N = 2 കൊടുത്താൽ മതി. ഏത് കൊടുത്തു കഴിഞ്ഞാലും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സെയിം ആണ് നമുക്ക് കിട്ടുക. R ഈസ് ഈക്വൽ ടു 13%. അപ്പോൾ ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ മാൻ ബോറോഡ് ₹25,000 ഫ്രം 2 persons. ഒരു വ്യക്തി 25,000 രൂപ 2 ആൾക്കാരിൽ നിന്നായിട്ട് വാങ്ങി. 2 ആൾക്കാരിൽ നിന്നായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു എ എന്ന് പറയുന്ന ആളെടുത്തും ഒരു ബി എന്ന് പറയുന്ന 2 പേരെടുത്തുനിന്ന് ഒരാൾ 25,000 രൂപ ലോൺ എടുത്തു. ആദ്യത്തെ ആളെടുത്ത് ലോൺ എടുത്തിട്ടുള്ളത് അറ്റ് എ റേറ്റ് ഓഫ് 12% ആണ്. രണ്ടാമത്തെ ആളെടുത്ത് ലോൺ എടുത്തിട്ടുള്ളത് അറ്റ് എ റേറ്റ് ഓഫ് 14% ആണ്. ഇവിടെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിൽ. ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹം തിരിച്ചു കൊടുത്ത പലിശ, അതായത് 2 പേർക്കും, ഈ ഒരു എ എന്ന ആൾക്കും ബി എന്ന ആൾക്കും ഇദ്ദേഹം തിരിച്ചു കൊടുത്ത പലിശ എന്ന് പറയുന്നത് 3260 രൂപയാണ്. 2 പേർക്കും കൂടെയുള്ള പലിശ. അപ്പൊ നമ്മളുടെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25,000-ൽ എത്ര രൂപയാണ് ഈ ബിയുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എയുടെ അടുത്തുനിന്ന് 12%-ന് വാങ്ങി, ബിയുടെ അടുത്തുനിന്ന് 14%-ന് വാങ്ങി. അദ്ദേഹം ഒരു വർഷത്തിന് ശേഷം 2 പേർക്കും കൂടെ തിരിച്ചു കൊടുത്തിട്ടുള്ള പലിശ, ഇൻട്രസ്റ്റ് മാത്രമാണ്, ഇൻട്രസ്റ്റ് മാത്രം 3260 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു വർഷം മുമ്പ് ഈ ഒരു ബി എന്ന ആളെടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ള എമൗണ്ട് എത്രയാണ്, സം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. നമുക്കറിയാം ഇൻട്രസ്റ്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് I ഈസ് ഈക്വൽ ടു PNR/100 ആണ്. അപ്പോൾ ആദ്യത്തെ എ എന്ന ആളെടുത്ത് വാങ്ങിയിട്ടുള്ളത് പി, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു പി എന്നുള്ളത് എ എന്ന ആളെടുത്ത് വാങ്ങിയ എമൗണ്ട് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12% ആണ് /100. ബി എന്ന ആളെടുത്തുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര ചെയ്യണം, ടോട്ടൽ എമൗണ്ട് നമുക്കറിയാം. ടോട്ടൽ 2 പേരെടുത്തുനിന്നും കൂടെ 25,000 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എയുടെ അടുത്തുനിന്ന് പി ആണ് വാങ്ങിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ബിയുടെ അടുത്തുനിന്ന് 25,000 മൈനസ് പി എന്ന് എഴുതാം. കാരണം ടോട്ടൽ ഒരാളെടുത്തുനിന്ന് 12,000 ആണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ മറ്റേ ആളെടുത്തുനിന്ന് 13,000 ആയിരിക്കും വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരാളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ ആളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ×1 × 14% ആണ് ഇദ്ദേഹത്തിൻ്റെത് /100. ഈ 2 പലിശയും കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നമുക്ക് 3260 രൂപ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. IA + IB ഈസ് ഈക്വൽ ടു 3260 P × 12/100 IA plus 25,000 minus P into 14/100 is equal to 3260. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പി മാത്രമാണ് നമുക്കറിയാത്തത്, ബാക്കിയെല്ലാം നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും -2P is equal to -24,000, അല്ലെങ്കിൽ P is equal to 12,000 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ പി ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ എ എന്ന ആളെടുത്ത് വാങ്ങിയിട്ടുള്ള സമ്മിനാണ് നമ്മൾ പി ആയിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ബി എന്ന ആളെടുത്ത് വാങ്ങിയിട്ടുള്ള സം, അപ്പോ സം എ ആണ് നമ്മൾ പി ആയിട്ട് എടുത്തിട്ടുള്ളത്, അത് ഈക്വൽ ടു 12,000 ആണ്. അതുപോലെ സം നമ്മൾ ബി എന്ന ആളെടുത്ത് വാങ്ങിയിട്ടുള്ളത് 25,000 മൈനസ് പി ആണ്, അതെന്ന് പറയുന്നത് 13,000 ആണ്. ഓക്കെ, അപ്പോൾ ഈ 14%-ന് നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുള്ള
ഈ ഒരു ബി എന്ന ആളെടുത്ത് വാങ്ങിയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 13,000 ആണ്. അദ്ദേഹം 12,000 എ എന്ന ആളെടുത്ത് വാങ്ങി. രണ്ടു പേർക്കും കൂടെ അദ്ദേഹം പലിശ മാത്രം കൊടുത്തത് 3,260 റുപ്പീസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു സമ്മ് തന്നിട്ടുണ്ട്. ആ സമ്മ് വിത്തിൻ 16 ഇയേഴ്സ് അത് ഡബിൾ ആവുമെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 16 വർഷം മുമ്പ് ഞാൻ 1000 രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 2000 രൂപയായിട്ട് മാറിയിട്ടുണ്ടാവും, ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബാങ്കിലുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രിൻസിപ്പൽ സമ്മിന് നമ്മൾ സാധാരണ പ്രിൻസിപ്പൽ സമ്മ് എന്നുകൂടെ പറയും കേട്ടോ. നമ്മൾ പ്രിൻസിപ്പൽ സമ്മ് എന്നാണ് നമ്മൾ പറയാം. പ്രിൻസിപ്പൽ സമ്മ് എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ പി ആണെന്ന് എടുത്തു. നമ്മൾ ടോട്ടൽ എമൗണ്ട് ആഫ്റ്റർ 16 ഇയേഴ്സ് ടോട്ടൽ എമൗണ്ട് 2p ആയിട്ട് അത് മാറി. അപ്പോൾ എത്രയായിരിക്കും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് വിത്തിൻ 16 ഇയേഴ്സ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ സം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് പി ആണ്, സമ്മ് പി ഉണ്ട്, ഇൻട്രസ്റ്റ് പി ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ എമൗണ്ട് 2p കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, PNR/100 ആണ്. PNR/100. പക്ഷെ ഈ ഐ എന്ന് പറയുന്നത് എന്താണ്? പി തന്നെയാണ്, നമുക്കറിയാം നമ്മുടെ എമൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പി ഇൻറ്റു 16 ആണ് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്. 6 ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ബൈ 100. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പി ഉണ്ട്, അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ നമുക്ക് 1 ബാലൻസ് ഉണ്ടാകും. ഈ 6 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6 = 100/16 വിച്ച് ഈസ് 6.25%. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. A sum of rupees 800 amounts to rupees 920. സമ്മ് 800 ആണ്, അത് ടോട്ടൽ എമൗണ്ട് ഇൻക്ലൂഡിങ് പലിശ അടക്കം 920 ആയി. ഇൻ 3 ഇയേഴ്സ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഇഫ് ദ ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3%, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ 3%, ദെൻ വാട്ട് വുഡ് ബി ദ എമൗണ്ട്? നമുക്ക് 800 ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജിൽ ആഫ്റ്റർ 3 ഇയേഴ്സ് 920 ആയി. ഈ ഒരു 800 വെച്ചിട്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോഴുള്ള ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ 3% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയായിരിക്കും നമുക്ക് എമൗണ്ട് കിട്ടുക എന്നാണ് ചോദ്യം. വാട്ട് വുഡ് ബി ദ എമൗണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രിൻസിപ്പൽ സം പി എന്ന് പറയുന്നത് 800 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് ഫൈനലി കിട്ടിയിട്ടുള്ള എമൗണ്ട് എ എന്ന് പറയുന്നത് 920 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, I = PNR/100. നമുക്കിവിടെ 3 ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്യാം, A - P. നമുക്ക് ടോട്ടൽ തന്നിട്ടുള്ള എമൗണ്ട് മൈനസ് പി എടുത്തു കഴിഞ്ഞാൽ 920 മൈനസ് 800 എടുത്തു കഴിഞ്ഞാൽ 120 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ആദ്യത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെ ഐ കിട്ടിക്കഴിഞ്ഞു, പി നമുക്ക് ഓൾറെഡി അറിയാം, നമ്പർ ഓഫ് ഇയേഴ്സ് 3 ആണെന്ന് അറിയാം. അപ്പോൾ R = 100 × I/PN = 100 × 120/800 × 3. ഇത് നമുക്ക് 5% ആണെന്ന് കിട്ടും. ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5% ആണെന്ന് കിട്ടും. ഇനി നമ്മൾ ഈ ഒരു 5%നെ +3 കൊണ്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 8% ആയി. അപ്പോൾ ന്യൂ റേറ്റ് എന്ന് പറയുന്നത്, ന്യൂ ആർ എന്ന് പറയുന്നത് 8% ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ എമൗണ്ട് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമുക്കറിയാം എ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പൽ സം പ്ലസ് PNR/100 ആണ്. ഇത് 800 ആണ് ഫസ്റ്റ് പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത്. അതുപോലെ 800 × 3 ഇയേഴ്സ് × ന്യൂ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8 ആണ് /100. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ₹992 എന്ന് കിട്ടും. ഇത് ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 992. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നത് 920 ആയിരുന്നു, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് 992 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയ സമയത്ത് 920ൽ നിന്ന് ഇവിടെ 992ലേക്ക് കൂടിയതായിട്ട് കാണാൻ പറ്റും.
ഇതിൽ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒന്നോ രണ്ടോ പ്രോബ്ലം ചെയ്തു കഴിഞ്ഞാൽ ശരിയാണ്, നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ കുറിച്ചൊരു ഐഡിയ കിട്ടുമെന്നല്ലാതെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചധികം പ്രോബ്ലംസ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കൺസെപ്റ്റിന്റെ എല്ലാ ഭാഗങ്ങളും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. A sum amounts to rupees 1260 in 2 years. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു സം ഉണ്ടായിരുന്നു, സം amounts to. നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക, സം amounts to 1260 in 2 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു സം ഉണ്ടായിരുന്നു, ആ സം ഇൻട്രസ്റ്റ് കൂടി എമൗണ്ട് ആയി, ആ എമൗണ്ട് ആണ് 1260 എന്ന് പറയുന്നത് വിത്തിൻ 2 years. ഈ ഒരു സെയിം സം തന്നെ, സെയിം സം amounts to 1350 in 5 years. 5 വർഷം കൊണ്ട് അത് 1350 ആയി. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. റേറ്റ് എത്രയാണെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 5 ഇയേഴ്സിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 1350 ആണ്, 2 ഇയേഴ്സിനുള്ളത് 1260 ആണ്. അപ്പൊ നമ്മൾ ഈ 5 ഇയേഴ്സിന്റെ ഈ ഒരു എമൗണ്ടിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഇയേഴ്സിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 1350 മൈനസ് 1260, ഇത് നമുക്ക് 90 റുപ്പീസ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എന്ന് പറയുന്നത് 30 ആയിരിക്കും. കാരണം 3 ഇയേഴ്സിന് 90 ആയതുകൊണ്ട് 1 ഇയറിന് 30 ആയിരിക്കും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യനിൽ സം എമൗണ്ട്സ് ടു 1260 ഇൻ 2 ഇയേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വർഷത്തെ ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ ഐ ഫോർ 2 ഇയേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ 60 ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എമൗണ്ട് എന്ന് പറയുന്നത് 1260 ഉണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി, ഐ എന്ന് പറയുന്നത് 60 ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അറിയാം ഐ ഈസ് ഈക്വൽ ടു PNR by 100 എന്നുള്ള ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് പി നമുക്ക് കിട്ടിയിട്ടില്ല. പി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പി ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് മൈനസ് ഐ നമ്മൾ കാണണം. അത് നമ്മൾ ചെയ്താൽ 1260 മൈനസ് 60 എന്ന് പറയുമ്പോൾ 1200 നമുക്ക് കിട്ടി. അത് നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1200 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്, ഇൻറ്റു R by 100. അതുപോലെ തന്നെ ഐ എന്ന് പറയുന്നത് 60 ആണ്. ഇതിൽ നമ്മൾ ഈ R കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2.5% ആണ്. ഇനി നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലുള്ള ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹50,000. നമ്മളെ പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത് 50,000 ആണ്. അതുപോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 16% ആണ്. ആഫ്റ്റർ 2 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ് 2 ഇയേഴ്സ് ആണ്. ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുവരെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലങ്ങൾ ചെയ്തിട്ടില്ല. ഇനി നമുക്കൊരു 3-4 കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റും. നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ നമ്മളെടുത്തുണ്ട്. എ ഈസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് R by 100 ഹോൾ റേസ് ടു n. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കാണുമ്പോൾ നമുക്കറിയാം 50,000 ആണ് നമ്മുടെ പി. 50,000 ഇൻറ്റു 1 പ്ലസ് 16 by 100 ഹോൾ റേസ് ടു n ആണ്. n എന്ന് പറയുന്നത് 2 ആണ്. ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി 67,280 കിട്ടും. അപ്പോൾ നമ്മൾ 50,000 ഇൻവെസ്റ്റ് ചെയ്തു. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നമ്മൾ 2 വർഷത്തിന് ശേഷം നമ്മൾ വിത്ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 67,280 കിട്ടും. ഇവിടെ നമ്മളോട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ടോട്ടൽ എമൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ എമൗണ്ട് മൈനസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫസ്റ്റ് പ്രിൻസിപ്പൽ സം. അപ്പോൾ നമുക്ക് 17,280 എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്ട്രാ പലിശ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം.
ഈ ഒരു പ്രോബ്ലത്തിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കാണേണ്ടത്. ഫൈൻഡ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹6,250 on ₹6,250 at a rate of 12%. ഇവിടെ നമ്മൾ ഹാഫ് ഇയർലി ആണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. ഹാഫ് ഇയർലി കോമ്പൗണ്ടിങ് ഫോർ 1 year അല്ലെങ്കിൽ ആഫ്റ്റർ 1 year. ഒരു വർഷത്തിന് ശേഷമുള്ള കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ കോമ്പൗണ്ടിങ് ഹാഫ് ഇയർലി ആണ്. നമ്മുടെ എമൗണ്ട് 6,250 ആണ്. ഇൻ എ റേറ്റ് ഓഫ് 12%. അപ്പോൾ നമുക്ക് P ഈക്വൽ ടു 6,250 ആണ്. R എന്ന് പറയുന്നത് 12% ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. നമ്മളെ ഇക്വേഷൻ എന്ന് പറയുന്നത് A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/2. ഹാഫ് ഇയർലി ആയതുകൊണ്ട് നമ്മൾ R/2 കൊടുക്കുന്നു. അതുപോലെ തന്നെ N പകരം നമ്മൾ 2N കൊടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 6,250 into 1 plus 12/2 by 100 into 2. 6,250 into 53/50 whole square നമുക്ക് കിട്ടും. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 7,022.50. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എമൗണ്ട് മൈനസ് നമ്മുടെ പ്രിൻസിപ്പൽ സം. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7,022.50 മൈനസ് 6,250. അതാണ് നമ്മുടെ തന്നിട്ടുള്ള പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 772.50. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള പ്രിൻസിപ്പൽ സം എന്ന് പറയുന്നത് 51,200 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16%. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ 9 months ആണ്. ആൻഡ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. നമ്മൾ ഇതുവരെ ക്വാർട്ടർലി ചെയ്തിട്ടില്ല. നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. ക്വാർട്ടർലി കോമ്പൗണ്ടഡ് ഇക്വേഷൻ നമുക്കറിയാം. A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R/4/100 ഹോൾ റൈസ് ടു 4n വിച്ച് ഈസ് ഈക്വൽ ടു 51,200 ഇൻറ്റു 1 പ്ലസ് നമുക്കറിയാം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 16/4 ആണ് ബൈ 100 ഹോൾ റൈസ് ടു 4n ആണ്. നമുക്കിവിടെ എത്ര ഇയർ ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 3/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 months ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇയറിന്റെ 4ൽ 3 പാർട്ട്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി കിട്ടാൻ പോകുന്ന ഉത്തരം എന്ന് പറയുന്നത് 57,178.70 എന്നുള്ള ഉത്തരമാണ് കിട്ടുക. ഇത് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇവിടെ ടോട്ടൽ എമൗണ്ട് ആണ്. ഇനി നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ എമൗണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 57,178.70 മൈനസ് 51,200 വിച്ച് ഈസ് ഈക്വൽ ടു 5,978.70. ഇതാണ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ R/4 നമുക്ക് ഈ ഇക്വേഷനിലുള്ള ഈ ഒരു ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ 4 ഇൻറ്റു 3/4 നമുക്ക് ക്വസ്റ്റ്യനിലുള്ളത് 9 months ആണ്. അപ്പോൾ ഈ 9 monthsന് നമ്മളിവിടെ 3/4 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു /4 നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഏതൊരു സമയത്തും നമ്മൾ ടോട്ടലി നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആയാലും ഹാഫ് ഇയർലി ആയാലും എത്ര ഇയർ ആണെന്നാണ് നമ്മൾ ഈ n ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ക്വാർട്ടർലി ഹാഫ് ഇയറിലേക്ക് ആകുമ്പോൾ മാറ്റം വരുന്നത് ഈ ഒരു പാർട്ടിലാണ്. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സർട്ടൈൻ സം അറ്റ് 12% പെർ ആനുവലി ഫോർ 3 years ഈസ് ₹250. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും വരുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് രണ്ടും വരുന്ന ഒരു പ്രോബ്ലം ആണ്. ഇതിൽ നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുള്ളത് R ഈസ് ഈക്വൽ ടു 12.5% ആണ്. ആഫ്റ്റർ 3 years ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ്
സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് തന്നിട്ടുള്ളത് 250 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ സം ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ പി പ്രിൻസിപ്പൽ സം ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, സിമ്പിൾ ഇൻട്രസ്റ്റും തന്നിട്ടില്ല, പക്ഷെ അത് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പി ഇൻറ്റു 1 പ്ലസ് ആർ ബൈ 100 ഹോൾ റേസ് ടു എൻ ആണ്. സോ പി നമുക്ക് എത്രയാണെന്ന് അറിയില്ല. പി ഇൻറ്റു 1 പ്ലസ് 12.5 ബൈ 100 ഹോൾ റേസ് ടു 3 ആണ്. നമുക്ക് 3 years later ആണ്. ഇത് നമുക്ക് എഴുതാൻ പറ്റും. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി ഇൻറ്റു 729 ബൈ 512. അരിത്മെറ്റിക് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അരിത്മെറ്റിക് ഒക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ടൈം ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നില്ല. ഇവിടെ സിമ്പിൾ അരിത്മെറ്റിക് ആണ്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 729 ബൈ 512 കിട്ടും. ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ 3 times മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എമൗണ്ട് മൈനസ് പി. ടോട്ടൽ എമൗണ്ട് മൈനസ് പി ആണ് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു എ മൈനസ് പി, വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 729 ബൈ 512 പി മൈനസ് പി. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 729 ബൈ 512 മൈനസ് 1 ഇൻറ്റു പി, വിച്ച് ഈസ് ഈക്വൽ ടു 217 ബൈ 512 പി. ഇനി നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി എൻ ആർ ബൈ 100 ആണ്. ഇവിടെ നമുക്കറിയാം പി നമുക്ക് അൺനോൺ ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 12.5 ആണ്. 12.5 ബൈ 100. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3p ബൈ 8 കിട്ടും. ഇപ്പൊ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി, അതുപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ക്വസ്റ്റ്യനിൽ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 250 എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു 250 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, വിച്ച് ഈസ് 217 ബൈ 512 പി മൈനസ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ 3p ബൈ 8 ഈസ് ഈക്വൽ ടു 250. ഇപ്പൊ നമുക്കിത് പിയിൽ മാത്രമുള്ള ഒരു ഇക്വേഷൻ ആണ്. പി മാത്രമേ അൺനോൺ ഉള്ളൂ, ബാക്കിയെല്ലാം നമ്പേഴ്സ് ആണ്. ഇത് നമ്മൾ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഈസ് ഈക്വൽ ടു 5120 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ പി എന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പി പ്രിൻസിപ്പൽ സമ്മ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും ചെയ്യുക. നമ്മൾ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റിലെ പ്രോബ്ലങ്ങൾ ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലെ പ്രോബ്ലങ്ങൾ ചെയ്തു. ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ വരുന്ന ഒരു പ്രോബ്ലം ചെയ്തു. ഇതുപോലുള്ള പ്രോബ്ലങ്ങളാണ് സാധാരണ വളരെ എളുപ്പത്തിലുള്ള പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളായിരിക്കും എക്സാമിന് ചോദിക്കുക. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അരിത്മെറ്റിക്സ് ഒന്നും വരുന്ന പ്രോബ്ലംസ് സാധാരണ എക്സാമിന് ചോദിക്കാറില്ല. എങ്കിലും നമുക്ക് ഈ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സാംസിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ഒരു സെഷൻ നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.